നിലാവത്തെ പെണ്ണ്. മനാഫ് മുഹമ്മദ്. ചില ചോദ്യങ്ങൾ എന്നെ വേട്ടയാടാറുണ്ട്. അതെനിക്കിഷ്ടവുമാണ്. വേട്ടയാടപ്പെട്ട് നഖപ്പാടുകളും നേറിക്കിടക്കുമ്പോഴാണ് എന്നിലെ ചിന്തകൾ അക്ഷരങ്ങളായി രൂപപ്പെട്ടു തുടങ്ങുക. പകലിൽ വന്നുകൂടിയ ചോദ്യങ്ങളെ വൈകുന്നേരങ്ങളിൽ മുറിയുത്തരങ്ങൾ നൽകി പടിയിറക്കി വിടുകയാണ് പതിവ്. പക്ഷെ എനിക്കറിയാം, തൊട്ടടുത്ത പകലിലോ സന്ധ്യയിലോ വീണ്ടും അതെന്നെ തിരഞ്ഞു വരിക തന്നെ ചെയ്യും. കാരണം ഞാൻ നൽകിയ ഉത്തരങ്ങൾ പൂർണ്ണമായിട്ടില്ലല്ലോ. ഉത്തരങ്ങളില്ലാത്ത ഈ ജീവിതത്തിലെ ഓരോ നിമിഷവും അരോചകമാണ്. ആ അരോചകത്തെക്കാൾ വണ്ണവും പൊക്കവുമുള്ള ചില അരോചകങ്ങൾ കൂടിയുണ്ട്. ആഴമുള്ള ഉത്തരങ്ങൾ തേടി പോയാലാണത്. ഈ നിമിഷങ്ങളിൽ തന്നെ ജീവിക്കുന്നതായിരിക്കും നല്ലത്. അന്വേഷണത്തിൻ്റെ സൂക്ഷ്മകൃത്യങ്ങളിൽ വിഷമുള്ള വേണ്ടാതീനങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. നാളകളെ പ്രതീക്ഷിക്കാം, പക്ഷേ നാളകളിലേക്കായി മാറ്റിവെക്കുന്നത് ചിലപ്പോൾ അബദ്ധമായേക്കും. ഞാൻ എന്തിനാണിപ്പോൾ ഇതെല്ലാം പറയുന്നത്? ചിലപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുന്നത് കൊണ്ടാവും. നാളെ ചെയ്യാൻ എനിക്കൊരുപാട് കാര്യങ്ങളുണ്ട്, മറ്റന്നാൾ അതിലേറെയും. അതെന്തായാലും നാളെയും മറ്റന്നാളുമായി ചിന്തിക്കാം. ഇപ്പോൾ ഞാനൊരു നിലാവത്തെ പെണ്ണിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. അവൾ ആ നിലാവത്ത് മുടിയഴിച്ചു നിൽക്കട്ടെ. പാറിക്കിടക്കുന്ന മുടികളിൽ നിലാവിൻ്റെ നീല ഞരമ്പുകൾ തെളിക്കട്ടെ. ചുവന്ന ദാവണി അവളുടെ തണുത്തു കിളർത്ത തൊലിപ്പുറത്തെ മറച്ചു കെട്ടട്ടെ. ഞാനിവിടെ പുറകിൽ നിൽക്കുമ്പോൾ അവളൊരൽപ്പം വശം ചരിഞ്ഞു നിൽക്കട്ടെ. വില്ല് പോലെ വളഞ്ഞ പുരികങ്ങളുടെ മധ്യത്തിലായൊരു കുഞ്ഞു വട്ടപ്പൊട്ടുണ്ടായിരിക്കട്ടെ. കാതിലൊരു കല്ല് പതിച്ച കുഞ്ഞു ജിമിക്കിയും കഴുത്തിൽ ഇത്തിരി പൊന്നിൻ്റെ നേർത്ത രേഖയും. അവളുടെ കഴുത്തിൽ വിരിഞ്ഞാൽ മാത്രം അഴകുള്ള സ്വർണ്ണരേഖയാണത്. അതുകൊണ്ട് തന്നെ മാല എന്നതിനെ വിളിച്ച് അവഹേളിക്ക വയ്യ. അവൾ എൻ്റെ അല്ല, പക്ഷേ കനത്ത കാന്തിക തരംഗങ്ങളുള്ള ഉരുണ്ട 2 കണ്ണുകൾ, നീണ്ട മൂക്കിൻ തുമ്പിൽ കൂർത്തു ചെത്തിയ മുനമ്പ്, ഇല്ലാത്ത നുണച്ചുഴി, അതെല്ലാം എൻ്റെയാണ്. വിരിഞ്ഞ അധരതലങ്ങളിൽ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ലാത്ത സൗന്ദര്യമാണ് ആ പുഞ്ചിരി. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അവൾ എൻ്റെയല്ല. ഒരു പ്രണയലേഖനം എഴുതാൻ മനസ്സ് കൊതിക്കുന്നു, പക്ഷേ ഞാനിപ്പോൾ ഒരു കൂലി എഴുത്തുകാരനായി രൂപപ്പെട്ടു പോയിരിക്കുന്നു. പൂർത്തിയാക്കിയ പ്രണയലേഖനം കൈനീട്ടി വാങ്ങാൻ ആളില്ലാത്തിടത്ത് ഒരു കൂലി എഴുത്തുകാരൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പിന്നെ എനിക്ക് കൂലിയായ അവളെ വേണം, നിലാവത്തെ പെണ്ണിന്. എൻ്റെ നീളമുള്ള ശരീരത്തിൻ്റെ ഉള്ളിലൊരിടത്ത് പാതയായി പ്രതിഷ്ഠിക്കാൻ, രാവും പകലുമില്ലാതെ എന്നോട് കലഹിക്കാൻ. ഇവിടെ സ്വാർത്ഥത വേട്ടയാടപ്പെട്ടവൻ്റെ വിയർപ്പ് പൊടിയാത്ത വിവശതയും വേട്ടക്കാരൻ്റെ നിസ്സഹായതയുമാണ്. എന്നെ വേട്ടയാടുന്ന ചോദ്യം അവളുടെയാണ്, നിലാവത്തെ പെണ്ണിൻ്റെ.